ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കി. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തി ഉജ്ജ്വലമായ ഉദ്ഘാടന ചടങ്ങോടുകൂടിയാണ് ആരംഭിച്ചത്. 29 എഡിഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30ാം എഡിഷനിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. സുലേഖ ചേരുകയാണ്. സുലേഖ, കഴിഞ്ഞ 29 എഡിഷനിലും ഇല്ലാത്ത തരത്തിലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സിനിമകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രിയും ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. IFFK ഇത്തരത്തിൽ 19 സിനിമകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ നടപടിയുമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ സെൻസർ എക്സംഷൻ ലഭ്യമാകാത്ത 19 സിനിമകളും അത് മേളയിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം കൃത്യമായി തന്നെ പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഈ സിനിമകൾ നിരോധിച്ച നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ മേൽക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് എന്നതാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പ്രദർശനാനുമതി നിഷേധിച്ച യൂണിയൻ സർക്കാർ നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം സിനിമകൾ, ഈ പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിഷേധിക്കപ്പെട്ട 19 സിനിമകളുടെയും പ്രദർശനം നടത്തുവാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണും അതിനൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സണും നിർദ്ദേശം നൽകിയതായി മന്ത്രി സജി ചെറിയാനും അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 19 സിനിമകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗവും, അതായത് പാലസ്തീൻ പാക്കേജിൽ ഉൾപ്പെടുന്ന 6 സിനിമകൾക്കും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സെൻസർഷിപ്പ് നൽകിയിരുന്നില്ല, ഇത്തരത്തിൽ അംഗീകാരം നൽകിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇന്ന് ഇത്തരത്തിൽ ഈ പാലസ്തീൻ പാക്കേജിലെ ഒരു സിനിമ ഇന്ന് രാവിലെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അനുമതി നൽകിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. എന്തായാലും ഇത്തരത്തിൽ ഈ നടപടിക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ നിലപാടും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, 3 പതിറ്റാണ്ടായി ഇത്തരത്തിൽ IFFK അത് ലോകകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്, ലോകത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ട്, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള സിനിമകളാണ് ഈ IFFK തന്നെയും പ്രദർശിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു IFFK തകർക്കാനുള്ള ശ്രമമായി തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ കാണുന്നത്. ആ ഇടപെടൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും വലിയ വിമർശനവുമായി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ ഈ ബീഫ് എന്ന പേരുള്ള ഒരു സിനിമ, അത് ആ പേരിന്റെ പേരിൽ മാത്രം സെൻസർഷിപ്പ് നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അനുമതി നൽകാത്തൊരു സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെ ഇന്നലെ തന്നെ ഉയർന്നു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ യുവജന സംഘടനകൾ, DYFI അടക്കമുള്ള യുവജന സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് ഉയർത്തിയിരുന്നു. ഈ നിഷേധിച്ച കേന്ദ്രം അംഗീകരിക്കാത്ത സിനിമകൾ, കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാത്ത സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകൾ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നിരവധി സിനിമകൾ, ഏകദേശം 15ഓളം സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്.